എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങുവാണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റിനെ പറ്റിയാണ്. നമ്മൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ നേരിടുന്നൊരു പ്രശ്നമല്ല ഈ ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റ് മാത്രമല്ല, ഏജ് ഗ്യാപ്പും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം തുടക്കത്തിൽ തന്നെ പറയണം, ഇതൊരു ഇച്ചിരി ലോങ് വീഡിയോ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്ത് വിടാതെ എല്ലാവരും കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഏജ് ലിമിറ്റ് കൂടി ഗ്യാപ്പൊക്കെ നികത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഈ വീഡിയോയിൽ കുറേ തെറ്റിദ്ധാരണകളും പറയുന്നുണ്ട് കേട്ടോ. മീൻസ് ഇപ്പം ഒത്തിരി ആൾക്കാരും പലരും പല ഏജൻസികളും പല കാര്യങ്ങളും ഏജ് ഗ്യാപ്പിനും അങ്ങനെ പലതും പലരും പലതാണ് പറയുന്നത്. അപ്പം നമുക്കിന്ന് അതിനെപ്പറ്റിയും പറയാം കേട്ടോ. കാരണം നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ. അപ്പം നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഞാനപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല. അവിടെ ഇപ്പോൾ 30 വയസ്സോ 35 വയസ്സോ 40 ഏത് വയസ്സിൽ നമുക്ക് ഏത് പ്രായത്തിലാണ് നമുക്ക് ഹൗസ് ബിൽഡിംഗ് ഒരു നേഴ്സാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 40 45 വയസ്സിലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നേഴ്സിംഗ് പഠിക്കുന്നതിന് അവിടെ ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായക്കാർക്കും പഠിക്കാമെന്നാണ് പറയുന്നത്. പഠിക്കാമെന്നല്ല, പഠിക്കാം. ഞാനിപ്പോൾ ഇവിടുന്ന് കയറിപ്പോയ ഒരു മിസ്സിനോട് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ അസിസ്റ്റന്റ് കയറിപ്പോയി ഒരു മിസ്സിനോട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ, മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ പഠിക്കുന്ന സ്ഥലത്ത് അവർ പഠിക്കുന്നിടത്ത് ഇവർ ഈ +2 കഴിഞ്ഞവരും പിന്നെ ജർമ്മനിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അവിടെ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരും പഠിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ തെറ്റിദ്ധാരണകൾ വെറുതെ ഇവിടെ ഇത്ര വയസ്സ് വരെ പാടുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അത് തെറ്റിദ്ധാരണകളാണ്. ജർമ്മനിയിൽ നമുക്ക് എത്ര വയസ്സ് വരെ പഠിക്കാം. ഇപ്പോൾ നേരിട്ട് ഞങ്ങളുടെ അസിസ്റ്റന്റ് പോയൊരു പുള്ളിക്കാർ പറഞ്ഞു, ഒരു മിസ്സാട്ടോ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയ മിസ്സിൻ്റെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവിടെ 40 വയസ്സ് കഴിഞ്ഞ് ഉള്ള ആൾക്കാരും അവരുടെ കൂടെ പഠിക്കുന്നുണ്ട്, ഹൗസ് ബിൽഡിങ് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട് എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. പുള്ളിക്കാർ ഇപ്പോൾ 2ാമത്തെ വർഷത്തേക്ക് കടക്കുക കേട്ടോ. മിസ്സാണ് ഈ 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയാം. നമ്മുടെ ഇവിടെ ചില ഏജൻസികളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം കേട്ടോ. ഹൗസ് ബിൽഡിങ്ങിന് ചിലവർ പറയുന്നു, ഇപ്പം ഒത്തിരി വീഡിയോസിലാണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് ഹൗസ് ബിൽഡിങ് പഠിക്കുന്നതിന് 24 വയസ്സ് വരെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൗസ് ബിൽഡിങ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പിന്നെ അടുത്തത് എഫ് എസ് ചെയ്യണമെങ്കിൽ 26 അല്ലെങ്കിൽ 27 കൂടിപ്പോയാൽ ഇതിൻ്റെ മുകളിലേക്ക് പോകാനേ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഔപ്പയർ ചെയ്യാൻ പറയുന്നവരും പറയുന്നത് 22 അല്ലെങ്കിൽ 23 അതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. മാരേജ് കഴിഞ്ഞവർക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ ഏജൻസികൾ പറയുന്നത്? ഇല്ലെങ്കിൽ കാരണം എന്നാന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ് എടുക്കാൻ VFS ചെല്ലുമ്പോൾ നമുക്ക് റിജക്ഷൻ വരുന്നുണ്ട്. ഒത്തിരി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അവിടെ ഇപ്പോൾ ACC പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഒത്തിരി പേർക്ക് റിജക്ഷൻ വരുന്നുണ്ട്. നമുക്ക് നേരിട്ട് അറിയാവുന്ന മിസ്മാർ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്കാണെങ്കിൽ അവരെ നന്നായിട്ട് അറിയാം. മീൻസ് പേഴ്സണൽ കേട്ടോ, അല്ലാതെ നമുക്കറിയാം. അപ്പോൾ അവർക്ക് റിജക്ഷൻ വന്നെന്നൊക്കെ നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ, അയ്യോ ആ മിസ് നന്നായിട്ട് പഠിക്കുന്നതായിരുന്നല്ലോ, പിന്നെ എന്നാ പറ്റിയ മിസ്സിന് റിജക്ഷൻ വരാൻ വേണ്ടി, ഇല്ലേ ഫുൾ മോഡ്യൂൾ പാസ്സാണല്ലോ എന്നൊക്കെ നമ്മൾ ഓർക്കില്ല. ലാംഗ്വേജ് കൊണ്ട് പിന്നെ എന്നാ പറ്റി പുള്ളിക്കാർക്ക് റിജക്ഷൻ വരാൻ നമ്മൾ ചിന്തിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ റിജക്ഷൻ വരുന്നതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏജ് ഗ്യാപ്പ്. ഏജിനൊരു പ്രശ്നമാണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി പഠിക്കും 3 വർഷം കൂടെ പോകും. ഡിഗ്രി പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളിവിടെ വരുന്നത്. ഇല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ചിലപ്പം 1 വർഷം നമുക്ക് സപ്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അതിന് എഴുതാൻ പറ്റിയില്ല, അല്ല ഒന്നും പഠിക്കാൻ പറ്റില്ല, അങ്ങനെ 1 വർഷം നമ്മുടെ അങ്ങ് പോയി നമ്മൾ. അപ്പോൾ ആ 1 വർഷം എന്തെടുക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ആ 1 വർഷം എവിടെ പോയി എന്നുള്ള ഇതിന് വേണ്ടി ആയിരിക്കും റിജക്ഷൻ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മിസ്സിൻ്റെ കാര്യം അത് തന്നെയാണ്. നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് 1 വർഷം പോയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് റിജക്ഷൻ വരുന്നത്, നമ്മുടെ ഏജിൻ്റെ ഗ്യാപ്പ്. അപ്പോൾ ഇങ്ങനെ ഏജിൻ്റെ ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തായിരുന്നു, നിങ്ങളുടെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ. അപ്പം നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഏജ് ഗ്യാപ്പ് വന്നു. എനിക്കെന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞ് മാരേജ്, കൊച്ച്, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തെ എനിക്ക് ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഇനി എനിക്ക് എൻ്റെ പ്രോസസ്സിങ് വരുമ്പോഴത്തേക്കും എങ്ങനെ ആകും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ചിന്തിച്ചിരുന്നത്. അപ്പം ഞാൻ അതിനു വേണ്ടി ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി വർക്ക് ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാനാണല്ലോ. ഇനി മുമ്പോട്ട് എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകണമല്ലോ.
അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകും കേട്ടോ. ഞാൻ പറഞ്ഞു വന്നേ, അപ്പോൾ നമ്മൾ ഈ ഏജ് ഗ്യാപ്പ് നികത്താൻ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ +2 കഴിഞ്ഞ് ഒന്നും പഠിച്ചില്ല, ഒരു 5 വർഷം കഴിഞ്ഞാണ് നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ്. ഇപ്പോൾ എല്ലാവരും ജർമ്മനിക്ക് പോവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കും പഠിക്കാൻ പറ്റാത്തവർക്കൊരു നല്ല ഓപ്ഷൻ ആണല്ലോ, പോകാൻ പറ്റാത്തവർക്കെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ഒത്തിരി പേര് വന്നിരിക്കുന്നത്. എന്നെപ്പോലെ മാരീഡ് കഴിഞ്ഞ വുമൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ ആരാണെങ്കിലും അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒത്തിരി പേരുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പറയുമ്പോൾ, നമ്മൾ ഈ B2 കഴിഞ്ഞ് ഇങ്ങനെ തേരാപ്പാടി നടക്കുമല്ലോ, പ്രിപ്പറേഷനായി എക്സാം എഴുതാൻ എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു 2-3 വർഷം ഇങ്ങനെ പോകത്തില്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യണം? ഒരു വർഷമോ എവിടെയെങ്കിലും നമ്മളൊരു ക്ലിനിക്കിൽ കയറുക, 1-2-3 മണിക്കൂർ വർക്ക് ചെയ്താൽ മതിയായിരിക്കും. അവിടെ പോയി ഓൾഡ് ഏജ് ഹോമിലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോയി വർക്ക് ചെയ്യുക. ഇപ്പം ഞാനാണെങ്കിൽ പാലായിൽ കയറിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഏജ് ഗ്യാപ്പിന് ഒത്തിരി പ്രശ്നമുള്ളവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ എവിടെയെങ്കിലൊക്കെ കയറി വർക്ക് ചെയ്യുക. ചുമ്മാ പോയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് അല്ല, നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ പോയി നമ്മൾ വർക്ക് ചെയ്ത് നമ്മളൊരു സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ഏജ് ഗ്യാപ്പ് നമുക്ക് നികത്താൻ പറ്റുന്നൊരു നല്ലൊരു മാർഗ്ഗം കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നമുക്ക് നികത്താൻ ഏജ് ഗ്യാപ്പ് നികത്താനുള്ള കാരണം പറഞ്ഞു. പിന്നെ നമ്മുടെ കുറേ ഊഹാബോധങ്ങൾ ഞാൻ അമ്മ വീഡിയോ എടുക്കട്ടെ. അപ്പം നമ്മുടെ ഈ ഊഹാബോധങ്ങൾ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തൊക്കെയാണ് ഊഹാബോധങ്ങൾ. ഇനി നമുക്ക് ശരിക്കും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ FS ചെയ്യത്തില്ലേ, നമ്മുടെ FS എന്ന് പറയുന്നത് 27 വയസ്സ് വരെയാണ് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളും. CC എന്നാണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ള 27 വയസ്സിന് നമ്മൾ ചെയ്യാൻ കൊടുത്താലും ചിലപ്പോൾ ഇച്ചിരി 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ഡിലേ ആയി കഴിയുമ്പോൾ റിജക്ഷൻ ചിലപ്പം വരാൻ ചാൻസ് ഇല്ല. അപ്പം 26 ആണ് FSക്ക് ഞാൻ കേട്ടുള്ള കാര്യം. പിന്നെ ഹൗസ് ബിൽഡിങ്ങിന് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പം നമുക്ക് ഏതൊരാൾക്കും ഹൗസ് ബിൽഡിങ് ചെയ്യാം, മീൻസ് നമുക്ക് നേഴ്സിംഗ് ചെയ്യാൻ പോകും. അപ്പോൾ അതിന് ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ ചില ഏജൻസിക്കാർ റിജക്ഷൻ വരുന്നത് കൊണ്ട് നമുക്ക് 24 വയസ്സ് വരെ, 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹൗസ് ബിൽഡിങ്ങിന് അവർ ചെയ്ത് കൊടുക്കത്തില്ല. കാരണം ഈ ഏജ് ലിമിറ്റ് ഒരു പ്രശ്നം വരും, റിജക്ഷൻ വരും, അവർ പിന്നെയും ചെയ്യണം, ഡേറ്റ് എടുത്ത് ബാക്കി കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല ആൾക്കാർക്ക്. അപ്പം നമ്മുടെ നിന്ന് ക്യാഷ് അവർ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമായിരിക്കും. കാരണം റിജക്ഷൻ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? ഈ റിജക്ഷനെ മറികടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ എവിടെയൊക്കെ പോയി വർക്ക് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കുക. കള്ള സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളത് എൻ്റെ വാക്ക് കേട്ടിട്ട് പോയി ചെയ്തത് പ്രശ്നമൊന്നും ആക്കിയേക്കല്ലേ. ഞാൻ ഒരു ചെറിയൊരു കുഞ്ഞ് ടിപ്പ് പോലെ പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ കേട്ടോ. വർക്ക് ചെയ്യാതെ ഏതെങ്കിലും എവിടെയെങ്കിലും ചെന്നിട്ട് ഞാൻ വർക്കൊന്നും ചെയ്തില്ല, ഞാൻ കുറച്ച് ക്യാഷൊക്കെ തരാം, എനിക്കിങ്ങനെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് അടിച്ചു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങാനും നമുക്ക് റിജക്ഷനോ ഇല്ലേ പോലീസെല്ലാം വിളിച്ച് നമുക്കൊരു ജർമ്മനിക്ക് പോകാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിന്തയൊന്നും പാടില്ല കേട്ടോ. നമ്മൾ വർക്ക് ചെയ്തിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. അപ്പം പിന്നെ മറ്റൊന്നാണ് BFD എന്ന് പറയുമ്പം ഏജ് ലിമിറ്റ് ഇല്ല എന്ന് വെച്ചാൽ ഈ FS ചെയ്യുന്നവർക്ക് 26 ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞും നമ്മൾ പോകാൻ നിൽക്കുന്നവർക്ക് ഹൗസ് ബിൽഡിങ് ചെയ്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കണം, ബാക്കി കാര്യങ്ങൾക്ക് നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് BFD എന്ന് പറയുന്നത്. അതിന് ഏജ് ലിമിറ്റ് ഇല്ല.